சார் தான் முக்கிய சாரோடது வந்து ஏன்னா எவ்வளோ பார்த்தாலும் எப்படி சொல்கிறது, எவ்வளோ மூவி சார் வந்து ட்ராவல் பண்ணி வந்துருக்குறாங்க. 40 இயர்ஸ்க்கு மேலே ஒர்க் பண்ணியிருக்காங்க. எந்த மூவியை பார்த்தாலும் போர் அடிக்காது சாரோட ஆக்ஷன் பார்த்தாலே. அதனால் ரசிச்சுக்கிட்டு தான் இருக்கணும். அந்த மாதிரி தான் இருந்தது நம்மளுக்கு. தேங்க்யூ. அது வந்து ஒன்லி ஃபார் நம்பர்ஸ் மட்டும்தான் சார். அது வந்து நம்பர்ஸ் மட்டும்தான். ஏன்னா எனக்கு நான் ஒரு ஷாட் வந்து போலீஸ் ஸ்டேஷன் ஃபைட்டில் வந்து ஒரு கசேரியில் ஏறி அடிக்கணும். அப்போது நான் டூப்பை வச்சு நான் ஜஸ்ட்டு கம்போஸ் பண்ணிகிட்டு இருந்தேன். சார் தூரத்துலேருந்து பார்த்துட்டிங்கன்னா உடனே இது என்ன செய்யுது அப்படின்னு சொல்லிட்டு, இல்லை சார் நான் அது சின்ன ஷாட் தான் சார், நான் டூப்பை வச்சு வேணால் ஏதாவது பண்ணட்டுமா சார்? சின்ன ஷாட்டோ பெரிய ஷாட்டோ அது ஞான் மாத்திரம் தான் செய்யும், ஓன்லி ஃபார் மீ அப்படின்னு சொல்லி அந்த மாதிரி ஒரு தன்னை தானே வந்து வளர்த்திக்கிறக்கூடிய அந்த ஒர்க்கில் வந்து கான்சன்ட்ரேட், அவ்வளோ இன்வால்மெண்ட் அப்படி இருக்கக்கூடிய ஒரு பர்சன் தான் மம்முக்கா சார். ரொம்ப நன்றி மம்முக்கா சார். ரொம்ப நன்றி சார். താങ്ക്യൂ വൈസാഖ് സാർ. താങ്ക്യൂ. ഷെട്ടി സാറേ, അതും ഒന്നും പറയാനില്ല. ഫുൾ എൻ്റർടൈൻമെൻറ്റ് ചിത്രം അല്ലേ? ആ അതെ, എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇതിനൊക്കെ ആക്ഷൻ എന്താണ്, സീക്വൻസ്, അങ്ങനെ എല്ലാം മാറ്റി കൊടുത്തത് നമ്മുടെ പ്രൊഫസറാണ്. പ്രൊഫസർ ഇതിൻ്റെ എല്ലാം എന്തായാലും 100 കോടിക്കപ്പുറം നല്ല ഉറപ്പുണ്ട്. എല്ലാ പടങ്ങളും ആക്ഷൻ മമ്മൂക്കയുടെ ആക്ഷനൊക്കെ കണ്ടപ്പോൾ കണ്ടാവും. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കഴിയുന്നത് കയറി കാണും. സൂപ്പർ മൂവിയാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാവും മമ്മൂക്കയുടെ ആ ഒരു ഇത് എന്താ പറയുക, ഡെഡിക്കേഷൻ എങ്ങനെയാണ്. സൂപ്പർ മമ്മൂക്കയുടെ ശരിക്കും മമ്മൂക്കയുടെ പ്രായം പോലും മറന്നിട്ട് മമ്മൂക്ക ഓരോ സീനും അതിനകത്ത് ചെയ്തിരിക്കുന്നത് നല്ല പോയി. സൂപ്പർ മൂവി. വൈശാഖയുടെ ചെയ്തത് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം അതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്തിട്ട് അവരുടെ ആ ഒരു സംഭവം. ടർബോ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ചടുലമായ ആക്ഷൻ രംഗങ്ങളുള്ള സമ്പന്നമാണ്. അപ്പം മാസിനുകൾ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ കഥാരീതിയിലുള്ള വ്യത്യസ്തതയോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരാശയായിരിക്കും. ആക്ഷൻ മൂവികൾക്ക് വേണ്ടത് നമുക്ക് ആ ആക്ഷൻ രംഗങ്ങളിലുള്ള ചടുതലയും അതിലുണ്ടാകുന്ന ഒരു പിന്നെ സുഖവുമാണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5-6 ആക്ഷൻ രംഗങ്ങളുള്ള സമ്പന്നമാണ് ടർബോ. അതിലെടുത്തു പറയേണ്ട രംഗമാണ് ക്ലൈമാക്സിലെ ഫൈറ്റ്. ക്ലൈമാക്സ് 15-20 മിനിറ്റിൽ അദ്ദേഹം ഇനിയിപ്പോൾ അത് പറയുന്ന ക്ലീശയാണ്, പ്രായത്തെ മറന്നു അങ്ങനെയൊക്കെ പറയുന്നത് ക്ലീശ ആണെങ്കിൽ കൂടി പ്രായത്തെ മറന്നുള്ള ഒരു പെർഫോമൻസാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ അവസാനത്തെ 20 മിനിറ്റുള്ള ഫൈറ്റ്. അപ്പം മമ്മൂട്ടിയുടെ ആ ഫൈറ്റ് രംഗങ്ങൾക്ക് വേണ്ടി ഒരു മസ്റ്റ് വാച്ച്, ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ചാണ്. ഇവിടെ ഇമോഷൻ ഒരു 50-50 എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇമോഷണലി അത്ര കണ്ട് കണക്റ്റ് ആവാത്ത ഒരു സ്റ്റോറി ലൈനാണ്, പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ക്ലൈമാക്സിലേക്കുള്ള ആ വില്ലനുമായിട്ടുള്ള ഒരു മുഖാമുഖം വരാൻ വേണ്ടിയിട്ടുള്ള കഥയുടെ ഒരു ബിൽഡപ്പ് മാത്രമാണ്. സ്റ്റോറി അങ്ങനെ മാത്രമാണ് വന്നിരിക്കുന്നത്, ഫാമിലി സ്റ്റോറി. അദ്ദേഹം അറിയപ്പെടാതെ തന്നെ അദ്ദേഹം ഒരു പ്രശ്നത്തിലെടുത്ത് ചാടുന്നു എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് മുതലുള്ള ബിൽഡപ്പ്. അങ്ങനെ ക്ലൈമാക്സിലേക്ക് വന്ന് ക്ലൈമാക്സിൽ ഒരു അതിഗംഭീര ഫൈറ്റോടുകൂടി ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു വലിയ തമിഴ് താരത്തിൻ്റെ വോയിസ് ഓവർ ഇൻട്രോ വരുന്നുണ്ട്. അപ്പോൾ ടർബോ ജോസ് പിന്നെയും വരുന്നുണ്ട് എന്ന രീതിയിൽ ആ ട്വിസ്റ്റ് ഞാൻ പൊളിക്കുന്നില്ല, ആരാണ് വരുന്നത് എന്നുള്ള ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത രാജ്വി ഷെട്ടി കാണുമ്പോൾ ഒരു വില്ലൻ്റെ ലുക്കില്ലെങ്കിലും പുള്ളി ചെയ്തു വെച്ചുള്ള കാര്യം കിട്ടില്ലെന്ന് തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടു നിർത്തിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ എൻട്രി പോലെയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടൊക്കെ വരാണെങ്കിൽ കിടക്കും. കാരണം ട്വിസ്റ്റാണ് അതിന് മെയിൻ. കാരണം സെക്കൻഡ് പാർട്ട് വരാണെങ്കിൽ കിടക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്വിസ്റ്റ് തന്നെയാണ്. എന്തായാലും കിട്ടുന്നതല്ല. പിന്നെ ഒരു കാർ ചേസിംഗ് ഒക്കെ ഉണ്ട്. ഫൈറ്റ് മാത്രമേ ഉള്ളൂ. അത് മമ്മൂക്കയുടെ എനർജി അവർ ആ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തോരം ഡെഡിക്കേഷൻ എടുത്തിട്ട് ചെയ്യണത്. വൈശാഖിന്റെ മുന്നത്തെ എത്ര പുലിമുരുകനേക്കാളും മുകളിൽ നിൽക്കും ഈ പടം. പുലിമുരുകൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം ഇഷ്ടമായിട്ടില്ലെന്നല്ല, പുലിമുരുകനേക്കാളും എനിക്ക് ഇഷ്ടമായിരിക്കുന്നത് പൊഗിരാജ് മധുരരാജൻ തന്നെയാണ്. പക്ഷേ അത് അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യല്ല. ഇത് പൊഗിരാജ് ഇതേപോലെയുള്ള ഇതുവരെ അറിയിക്കുന്ന പടങ്ങൾ പോലെയല്ല, ഇതൊരു ഇടിപ്പടം അങ്ങനെ രീതിയിൽ കാണാനെങ്കിൽ ഓക്കെയാണ്. BGM എങ്ങനെയുണ്ട്? ഒരു BGMന്റെ കാര്യം പറയാം. BGM എന്ന് പറഞ്ഞാൽ ഒരു കാർ ചേസിങ് ഉണ്ട് ഇതിന്. അതിൽ ആ BGM കയറി വരാൻ പറ്റില്ല. രോമാഞ്ചം. കാരണം അമ്മാതിനൊരു ലെവല് സാധനമാണ്. ക്യാമറ വർക്ക് ആയാലും എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും പടം മസ്റ്റ് തിയേറ്റർ വാച്ചോളൂ എന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം, കിട്ടുന്നതല്ല. അത് ഫൈറ്റിൻ്റെ സമയത്തൊക്കെ അതിൻ്റെ ക്യാമറയും ആംഗിളൊക്കെ പോയിട്ട് നല്ല കിട്ടുന്നതല്ല. എന്തായാലും കൊള്ളാം. BGMൊക്കെ അന്യായ റെസ്പോൺസ് ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ഹാപ്പിയാണ്, സന്തോഷം.
അവസാനം രോമമൊക്കെ പൊക്കിയിടുന്ന ബീജമാണ് സത്യത്തിൽ. മമ്മൂക്കയുടെ ആക്ഷൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ആ കാർ ചേസിലാണെങ്കിലും അവസാനം സ്റ്റണ്ടിലാണെങ്കിലും അതായത് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒക്കെ ഇങ്ങനെ നമ്മളെ എല്ലാ എക്സ്പീരിയൻസ് നിങ്ങളല്ലേ പറയട്ടെ, ഞാൻ ചെയ്തല്ലേ. പ്രേക്ഷകരിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം കിട്ടുന്നുണ്ടല്ലോ. അല്ല ഹാപ്പിയാണ്, ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു.